എല്ലാവർക്കും കേസി റെസിപ്പിയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ 1/2 kg വെയിറ്റ് വരുന്ന ഒരു കുഞ്ഞ് മഴവിൽ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിലാകെ 4 കളറേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഒരു ബാറ്റർ വെച്ച് തന്നെയാണ് 4 നിറങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എളുപ്പത്തിനായിട്ട് ഒരേ വലുപ്പത്തിലുള്ള 2 പാത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 5 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്നുകളാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരെണ്ണം ആയാലും മതി, പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്ത് കിട്ടും. ഇത് ഒരെണ്ണം ബേക്കാക്കി പെട്ടെന്ന് തന്നെ അടുത്ത് ഒഴിച്ചൊഴിച്ച് അങ്ങനെ വേണേലും ഉണ്ടാക്കാം. ഇപ്പോൾ 2 എണ്ണം ഉള്ളത് കാരണം ഞാനതെടുത്തു. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും 1 ടീസ്പൂണിനടുത്ത് വാനില എസൻസും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് ഇത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് ചേർത്ത് നല്ല ഫ്ലഫി ആവുന്നോടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബീറ്റർ ഓഫ് ചെയ്ത് നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സ്പാച്ചില ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 4 പാത്രത്തിലേക്ക് ഇത് മാറ്റിയാണ്. നമുക്ക് 4 കളറാണല്ലോ ഉള്ളത്. അപ്പോൾ 4 കളർ ആക്കാൻ വേണ്ടിയിട്ട് ഈ മിക്സ് 3 പാത്രത്തിലേക്ക് മാറ്റി ഒരെണ്ണം നമ്മുടെ മിക്സ് ചെയ്ത പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ. ഏകദേശം ഒരളവിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഓരോ കളർ വെച്ച് നമ്മൾ ഓരോ മിക്സിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം റെഡിൻ്റെ ഫുഡ് കളറ് ഒരു 3 ഡ്രോപ്പ് ഒരു പാത്രത്തിലേക്ക് ഉള്ള ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് തട്ടിക്കൊടുത്ത് മാറ്റി വെക്കാം. അതുപോലെ തന്നെ അടുത്തതിനകത്തേക്ക് ഒരു മിക്സിലേക്ക് മഞ്ഞ കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതും ഒന്ന് ഇളക്കി ഒന്ന് ടാപ്പും കൂടി ചെയ്ത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ പാത്രത്തിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇത് 10 മിനിറ്റ് പ്രീഹീറ്റ് ആയിട്ടുള്ള ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 2 പാത്രം കൂടെ ഒരുമിച്ചാണ് വെച്ച് കൊടുക്കുന്നത്. ചെറിയ പാത്രം ആയതുകൊണ്ട് ഇടയുണ്ട്. ഇനി അടച്ച് വെച്ച് 8 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 8 മിനിറ്റ് ആകുമ്പോൾ കൃത്യം ബേക്കായി കിട്ടും. കുത്തി നോക്കിയപ്പോൾ ബേക്കായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മൾ ഡിമോൾട്ട് ചെയ്തെടുക്കുകയാണ്. അടുത്ത ബാറ്ററും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് വെക്കേണ്ടതുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ പാത്രം കഴുകുമൊന്നും വേണ്ട. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പറും കൂടെ വെച്ച് നമുക്ക് അടുത്ത മിക്സുകൾ തയ്യാറാക്കി ഒഴിക്കാവുന്നതാണ്. ഇനി പർപ്പിൾ കളറാണ് ഞാൻ എടുക്കുന്നത്. പർപ്പിൾ കളറ് ഒരു 1-2 ഡ്രോപ്പ് മാത്രം ഒഴിച്ചാൽ മതി. അതൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുത്ത് ടാപ്പ് ചെയ്ത് മാറ്റി വെക്കാം. അതുപോലെ തന്നെ അടുത്ത കളറ് ഗ്രീൻ കളറാണ് എടുക്കുന്നത്. ഗ്രീൻ കളറും ഒരു 1-2 ഡ്രോപ്പ് മാത്രം ഒഴിച്ചാൽ മതി. അതൊഴിച്ചതിന് ശേഷം അതും ഒന്ന് മിക്സ് ചെയ്ത് അടുത്ത ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സമയം അത്രയും നമ്മുടെ ഓവൻ സെറ്റപ്പ് പ്രീഹീറ്റ് ചെയ്ത് അത് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂടായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് അത് നമുക്ക് ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഒരു 8 മിനിറ്റിന് ശേഷം ബേക്കാകും. അതൊന്നെടുത്ത് മാറ്റി ചൂടാറാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സിറപ്പ് തയ്യാറാക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അത് ആറിയതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചും കൂടി എടുത്താൽ മതി. ഇനി ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് നല്ല തണുത്ത ഒരു പാത്രത്തിലേക്ക് 1 കപ്പിനടുത്ത് മാത്രം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ബ്ലേഡ് നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ലോ സ്പീഡിൽ നിന്നും ഹൈ സ്പീഡിലേക്കാക്കി നല്ല സ്റ്റിഫ് ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുകയാണ്. പർപ്പിളാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നല്ല തണുപ്പിച്ച ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്തൊന്ന് വെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് ആദ്യത്തെ ലെയർ ക്രീമും വെച്ച് കൊടുത്ത് ഫില്ലിങ് ഇഷ്ടമുള്ളത് നമുക്ക് വെക്കാം. ഞാനിവിടെ കുറച്ച് ബദാം ക്രഷ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് അങ്ങനെ എല്ലാ ലെയറും 4 ലെയർ നമ്മളിങ്ങനെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് ക്രം കോട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല, നേരെ ഫൈനൽ കോട്ട് അങ്ങ് ചെയ്യുകയാണ്. ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഒരു അരമണിക്കൂർ മിച്ചം ഞാനിത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്.
ഇനി കേക്കിന് മുകളിൽ ഒഴിക്കാനായിട്ട് കുറച്ച് ഗനാഷ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 1/4 കപ്പിൻ്റെ പകുതി വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചൂടോടുകൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 4 കളറും ഓരോ ഡ്രോപ്പ് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു സ്ക്വയർ ഉപയോഗിച്ച് വെറുതെ ഒന്ന് വരച്ച് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യുന്നില്ല, ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ തണുപ്പിച്ച് നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഈ ചെറിയ ചൂടോടുകൂടി തന്നെ അത് നേരെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 4 കളറും കൂടെ മിക്സാക്കി ഒരുപാട് കളറായിട്ടുണ്ട്. അതങ്ങ് ഒഴിച്ചു കൊടുത്ത് സൈഡിലൂടെ ഒലിച്ചിറങ്ങിയത് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി താഴേക്ക് ഒരു ബോർഡർ പോലെ നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ച് തന്നെ വെറുതെ ഒരു കുത്തുകുത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു വേഫർ വെറുതെ ഒന്ന് ഒടിച്ച് വെക്കുകയാണ്. ഇനി കുറച്ച് സിൽവർ ബോൾസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അടിപൊളിയായില്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ റെയിൻബോ കേക്ക്. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതുകൂടി ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണാം.